കാരണം മെന്റലിസം ഇതിലേക്ക് ഉൾക്കൊണ്ടു എന്നുണ്ടെങ്കിലും അത് നമ്മുടെ ഈ ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ പോലെ, ഡ്രഗ്സിനെതിരെയുള്ള ഒരു പോരാട്ടം പോലെയുള്ള ഒരു മെന്റലിസമാണ് ഈ സിനിമയിൽ തുടക്കം മുതൽ കണ്ടുവരുന്നത്. പക്ഷേ മൈൻഡ് റീഡിംഗ് ആണ് ഇതിന്റെ പ്രധാന വിഷയം. കാരണം ഇതിനകത്ത് പറയപ്പെടുന്ന പ്രണയമുണ്ട് എങ്കിൽ ക്രൈം ത്രില്ലറാണ്, കൊലപാതകങ്ങളും അതിനെതിരെയുള്ള ഡോക്ടർ ബെന്നറ്റിന്റെ ഒരു റിവഞ്ചാണ് സിനിമ എന്ന് പറയുന്നത്. ഡോക്ടർ ബെന്നറ്റ് എന്ന് പറയുന്നത് സാധാരണ ഒരു ഡോക്ടറേറ്റ് അല്ലെങ്കിൽ ഒരു MBBS ഡോക്ടർ അല്ല, ഡോക്ടറേറ്റ് കിട്ടിയ ഒരു ഡോക്ടറാണ്. പുള്ളി ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും സിനിമയിലേക്ക് വരികയാണ്. സാധാരണ കുടുംബത്തിൽ നിന്നും ഈ നാട്ടിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോയി മെന്റലിസവും മൈൻഡ് റീഡിംഗ് പോലെയുള്ള വിഷയങ്ങളൊക്കെ പഠിച്ചു തിരിച്ച് നാട്ടിലേക്ക് വന്ന് ഒരു ഷോ അവതരിപ്പിക്കുകയും അതിലൂടെയാണ് സിനിമയിലേക്ക് കടന്നു പോകുന്ന കുറേ സീനുകളുള്ളത്. നമുക്ക് നമ്മുടെ ഒരു മനസ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് മറ്റൊരാൾക്ക് കൺട്രോൾ ചെയ്യാൻ എങ്ങനെ പറ്റും എന്നുള്ളതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. കോമഡി പ്രോഗ്രാമുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള അതിൻ്റെയൊക്കെ സ്ക്രിപ്റ്റുകൾ കൈകാര്യം ചെയ്യും, അതിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുള്ള സ്റ്റാർ മാജിക് അതേപോലുള്ള TV പ്രോഗ്രാംസിൽ അതിന്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച മധു കലാഭവനാണ്. അപ്പോൾ നമ്മൾ ഈ അദ്ദേഹം എഴുതിയ തിരക്കഥ സംഭാഷണമാണെന്നുണ്ടെങ്കിലും ഇതൊരു ത്രില്ലറാണ്. അദ്ദേഹം ഇതുവരെ ചെയ്തു വന്നതിൽ നിന്നും വേറിട്ട രീതിയിലാണ് ഇതിന്റെ തിരക്കഥകൾ. അദ്ദേഹം ഞാനുമൊക്കെ ഒരു 2-3 മാസത്തെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് തിരക്കഥയെ പൂർണ്ണമാക്കി ഈ സിനിമയിൽ യാഥാർത്ഥ്യമാക്കാൻ പറ്റിയത്. ഇതിന്റെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് കാസർഗോഡ്, എറണാകുളം എന്നീ 2 ഭാഗങ്ങളിലായിട്ടാണ് ഇതിന്റെ ചിത്രീകരണം നടന്നിട്ടുള്ളത്. പിന്നെ മറ്റു താരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഡോക്ടർ രജിത് കുമാർ, അഡ്വക്കേറ്റ് ജെയിൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. ശക്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ് ചെയ്യുന്നത്. കോട്ടയം നസീർ, കൊപ്പം പ്രതാപൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, അതേപോലെ തന്നെ ഷാജു ശ്രീധർ, ജയകൃഷ്ണൻ, പിന്നെ ജിൻസിന്റെ തന്നെ അനിയനായിട്ടുള്ള ജിനീഷ് ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റിയാസ് മറിമായം, അതായത് നർമ്മകല റിയാസ് എന്നറിയപ്പെടുന്ന മറിമായം പ്രശസ്തമായിട്ടുള്ള അതിൽ അഭിനയിച്ചിട്ടുള്ള റിയാസ് ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പിന്നെ ദിവ്യ നായർ ബെന്നറ്റിന്റെ ചേച്ചിയായിട്ടൊരു വേഷം ചെയ്തു. ചെറിയ ഒരു താരനിര. അപ്പം നമ്മളിപ്പം നിങ്ങൾ എല്ലാവരും ഇപ്പം പറയും വലിയ ഒരു സിനിമയാണോ, ഡോക്ടർ ബെന്നറ്റ് അല്ലല്ലോ, ചെറിയ താരനിരയാണല്ലോ എന്നുള്ളൊരു ചോദ്യം മനസ്സിലുണ്ടാവും ചോദിക്കുന്നതിന് മുമ്പായിട്ട്. നമ്മുടെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം താരനിര എന്ന് പറയുന്നത് ഒന്നില്ല എന്നാണ് ഈ ഒരു സിറ്റുവേഷനിൽ പറയാൻ പറ്റുന്നത്. കാരണം താരങ്ങളില്ലാത്ത സിനിമകളായാലും നല്ല സിനിമകളാണെന്നെങ്കിൽ താരങ്ങളുണ്ടെങ്കിലും താരങ്ങളില്ലെങ്കിലും അത് തിയേറ്ററിൽ പൂർണ്ണമായിട്ട് വിജയിക്കും. അത്തരത്തിലുള്ള ഒരു അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് മലയാള സിനിമ ഇപ്പൊ കടന്നു വന്നത്. വാഴ പോലുള്ള സിനിമകളൊക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. വലിയ താരനിരകൾ ഇല്ലാതെ അവകാശപ്പെടാനില്ല എന്നുണ്ടെങ്കിലും പക്ഷെ ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒരു ക്രൈം ത്രില്ലർ ഡോക്ടർ ബെന്നറ്റ് എന്ന് പറഞ്ഞ ഈ സിനിമയിലൂടെ മലയാളി പ്രേക്ഷകർക്ക്, അതേപോലെ തന്നെ മലയാളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമുള്ള സ്റ്റേറ്റുകളിൽ ഇത് ഈ മെയ് മാസം തന്നെ റിലീസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ആദ്യമായിട്ടാണ് ഇതുപോലുള്ള മീഡിയയുടെ മുമ്പിൽ ഒരു സിനിമയുടെ ഭാഗമായി എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. ഈ ബെന്നറ്റ് ടീമിനെ എനിക്കിങ്ങനെ അവസരം തന്നതിന് ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഒത്തിരി കഷ്ടപ്പാടും, ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്താണെങ്കിൽ പോലും ഇതിൻ്റെ ഫൈറ്റ് സീനിലൊക്കെ എൻ്റെ കാലിലൊക്കെ ഒത്തിരി പ്രോബ്ലം വരികയും 1.5 ലക്ഷം രൂപ സർജറി വേണമെന്നൊക്കെ ഡോക്ടർ പറയുകയൊക്കെ ചെയ്തിട്ട് 1.5 മാസം ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. എൻ്റെ ഈ ആദ്യത്തെ സിനിമ എല്ലാവരും കാണണമെന്നും ഇതിനെ സപ്പോർട്ട് ചെയ്യണമെന്നും ഈ പടത്തെ വിജയിപ്പിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി. തീർച്ചയായിട്ടും കാണുന്ന പ്രേക്ഷകർ, ഞാൻ പറയും കുട്ടികളുമായി ഫാമിലിയാണ് വന്ന് കാണേണ്ടത്. ടീസർ ട്രെയിലർ ഇറങ്ങിയില്ല, സോറി, ടീസറാണ് ഇറങ്ങിയത്. ട്രെയിലർ ഇനി ഇറങ്ങത്തേ ഉള്ളൂ. ടീസർ കാണുമ്പോൾ തന്നെ അറിയാം. ഞാൻ ട്രെയിലറും കണ്ടു, അതുകൊണ്ടാണ് കേട്ടോ, സോറി. കാണുമ്പോൾ അറിയാം അതിനകത്തുള്ള ഒരു സസ്പെൻസും അതിൻ്റെ ഒരു ആങ്സൈറ്റി, എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന്. അപ്പം ഇത് കുട്ടികളുമായിട്ട് ഫാമിലി തന്നെ കാണണമെന്ന് പറയാൻ കാരണം നമ്മുടെ വ്യക്തികൾ, നമ്മുടെ മനുഷ്യരിൽ നിന്ന് ആത്മഹത്യാ ടെൻഡൻസി കൂടിക്കൂടി വരുന്നുണ്ട്.
അതുപോലെ തന്നെ പറ്റിക്കലുകൾ, സൂത്രത്തരങ്ങൾ, വളയ്ക്കലുകൾ, ഒടിക്കലുകൾ ഇതും കൂടി വരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമ്മയുടെ കഴുത്തറുത്ത് കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, സഹോദരങ്ങളെ വെട്ടിക്കൊല്ലുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് കാരണം മനസ്സ് കൈവിട്ടു പോവുകയാണ്. അതുപോലെ തന്നെ സെക്ഷൽ അബ്യൂസിലേക്ക് നോക്കിയാൽ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വായിച്ചതാണ്, ഒരു 19 വയസ്സുള്ള പയ്യൻ 135ഓളം പെൺകുട്ടികളെ, സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ പീഡിപ്പിച്ചു. എന്നിട്ട് അവൻ അതെല്ലാം വീഡിയോ ആയിട്ടും എടുത്തു വെച്ചു. എത്ര ക്രൂക്കഡായിട്ടാണ് അവൻ്റെ മനസ്സ് പ്രവർത്തിച്ചതെന്ന് ആലോചിച്ച് ചോദിക്കുന്നത്. അപ്പം എല്ലാം മനസ്സാണ്. അപ്പം നമ്മൾ ഈ മെന്റലിസ്റ്റ് അല്ലെങ്കിൽ മനഃശാസ്ത്രം പഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിത വിജയത്തിനും കൂടി ഒരാവശ്യമാണ്. ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്, പലർക്കും അറിയാം. ഞാൻ MS സൈക്കോതെറാപ്പി കുറേ പഠിച്ചതാണ്, കൗൺസിലറാണ്, കൗൺസിലിംഗ് ഷോകൾ കുറേ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന മെന്റലിസ്റ്റ് ഷമീർ എന്ന് പറയുന്ന സാറിന് കൂടുതൽ അത് പറയാൻ പറ്റും. കാരണം അദ്ദേഹം സൈക്കോതെറാപ്പി ഉൾപ്പെടെ മെന്റലിസം ചെയ്യുന്ന ആളാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ, അതുപോലെ കൗൺസിലർ ആയിരുന്ന നിലയിൽ ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് നല്ല പവറുണ്ട്, മൈൻഡ് പവറുണ്ട്. പക്ഷെ പലപ്പോഴും ടോക്സിക് പീപ്പിളുകൾ, അതുപോലെ നെഗറ്റീവ് ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ കാരണം നമ്മുടെ കുട്ടികളുടെ മൈൻഡ് തളർന്നു പോകാറുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ മൈൻഡിനെ ഉദ്ദീപിപ്പിച്ചാൽ, ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും മൈൻഡിനെ പവർഫുൾ ആക്കി മാറ്റിയാൽ, ടേൺ ചെയ്യിപ്പിക്കാൻ പറ്റിയാൽ, ആ കുട്ടികൾക്ക് IAS എടുക്കാനോ IPS എടുക്കാനോ അല്ലെങ്കിൽ MBBS എൻട്രൻസോ അല്ലെങ്കിൽ സിവിൽ സർവീസ് എഞ്ചിനീയറിങ്ങോ IITയോ ഏതിലും കയറിപ്പോകാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പം ഈ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം പലപ്പോഴും മൈൻഡിൽ ഡൗൺ ആയി പോയവരാണ്. മൈൻഡിൽ വളരെയധികം ഡൗൺ ആയി പോകുമ്പോഴാണ് നമ്മൾ ബാർ അന്വേഷിച്ച് പോകുന്നത്, അല്ലെങ്കിൽ ലഹരിയിലേക്ക് പോകുന്നത്. അവിടെ വീണ്ടും തകർച്ചയാണ്. ലഹരികൾ സാധാ ടൈപ്പിലുള്ള ബിയറോ വൈനോ ചാരയാണെങ്കിൽ ഒരു പരിധിവരെ ഒക്കെ എന്നെങ്കിലും പറഞ്ഞു പോകാം, അതുപോലും പാടില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും സിന്തറ്റിക് ഡ്രഗിലേക്ക് പോകും, അത് ലൈഫിന്റെ നാശത്തിലേക്ക് പോകും. അപ്പൊ ഇതിലൊന്നും പെടാതെ ആന്റി ഡ്രഗ്സിന്റെ ഒരു ഫിലിം വേണമെന്ന് വേണമെങ്കിലും പറയാം. കാരണം ഈ ഡ്രഗ്സിനെതിരെ മൈൻഡിനെ എങ്ങനെ പവർഫുൾ ആക്കാം, ഡ്രഗ്സുകാർക്കെതിരെ എങ്ങനെ പ്രതികരിക്കാം, അതും വളരെ വിദഗ്ധമായിട്ട് അങ്ങനെ ശാസ്ത്രീയമായി അനാലിസിസ് നടത്തിയ ഒരു സ്ക്രിപ്റ്റും അതിനനുസരിച്ചുള്ള ഒരു പവർ പാക്ക് ആയിട്ടുള്ള ഫിലിമാണ് ഡോക്ടർ ബെന്നറ്റ്. അതിൽ എൻ്റെ റോള് ദൈവം അനുഗ്രഹിച്ച് വളരെ മനോഹരമായിട്ട് ചെയ്യാൻ ദൈവാനുഗ്രഹം കൊണ്ടും ഈ ഡയറക്ടറുടെയും സ്ക്രിപ്റ്ററുടെയൊക്കെ സഹായം കൊണ്ടും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂർ നടന്ന ഫാമിലി സർക്കസ് എന്ന് പറയുന്ന ഫിലിമിൽ ഷൂട്ടിൻ്റെ ഇടയിൽ തന്നെ ഞാൻ വീണ് കാല് 2 ഒടിവുണ്ടായി. ആ ഒടിവ് പ്ലാസ്റ്റർ ഇട്ട് ട്രാൻത്ത് കിടക്കുമ്പോഴാണ് എൻ്റെ ഡബ്ബിങ് ആയത്. അത് പ്ലാസ്റ്ററിൽ തന്നെ ഞാൻ വന്ന് ഡബ്ബിങ് ചെയ്തു. കാരണം നമുക്ക് തന്ന അവസരം തന്ന പ്രൊഡ്യൂസറിന് ഡയറക്ടറിനെയും നമ്മൾ മാക്സിമം സഹകരിക്കുന്നു. സ്റ്റോറി അവിടെ നിന്ന് വന്നു. അപ്പോ ഇതിലിപ്പോ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, എല്ലാവരും കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമ എന്തുതന്നെയാണെങ്കിലും ഓരോ നിമിഷങ്ങളിലും അടുത്തതെന്താണ് എന്നുള്ള ക്യൂരിയോസിറ്റിയിൽ തന്നെ 2-2.25 മണിക്കൂർ പ്രേക്ഷകർക്ക് നല്ലൊരു ട്രീറ്റ് ആയിരിക്കും. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 5 വർഷം മുൻപാണ് ഈ സ്റ്റോറി എഴുതപ്പെടുന്നതും നമ്മുടെ ഡയറക്ടറുമായിട്ട് സാബുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതും. ഈ 5 വർഷത്തെ ഒരു യാത്ര തന്നെയുണ്ട് ഈ ഒരു സിനിമക്ക് പിന്നിൽ. അപ്പം അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു സിനിമ നമ്മൾ സമൂഹ സമക്ഷം നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ തരുന്നത്. അത് നിങ്ങൾക്ക് നല്ലൊരു ട്രീറ്റ് ആയിരിക്കുമെന്നുള്ളത് പ്രേക്ഷകരോടും, അതുപോലെ തന്നെ മീഡിയ എല്ലാ അർത്ഥത്തിലും ഈ വിഷയത്തിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണമെന്നും. ഒരു ഫ്രെയിമിൽ ഉൾക്കൊള്ളുന്നില്ല, മെന്റലിസ്റ്റ് ഷമീർക്ക് അടുത്ത സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്, അതിനകത്ത് ഞാനൊരു വേഷം ചെയ്യുന്നുണ്ട്. നമ്മളോട് സഹകരിച്ചവരെല്ലാം നമ്മളെ ചേർത്ത് നിർത്തുന്നു.